വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. ടുഡേ വി ഡിസ്കസ് അബൌട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മാത്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മാത്സ് ആണ്. Unit-11 ടൈം. 11ാമത്തെ പാഠം സമയം. The cock crowed. കോഴി കൂവി. The birds chirped. കിളികൾ ചിലച്ചു. It's daybreak. നേരം പുലർന്നു. Time. Which is correct? Put tick mark. ഇതിൽ ഏതാണ് ശരി? അതിന് നേരെ ടിക്ക് ചെയ്യുക. You went to bed at night or day. നിങ്ങൾ ഉറങ്ങാൻ കിടന്നത് രാത്രി പകൽ. ഏതാണ് ശരി? രാത്രിയാണല്ലേ ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ നൈറ്റിന് നേരെ ടിക്ക് ചെയ്യുക. യു വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. നിങ്ങൾ എഴുന്നേറ്റത് മോർണിംഗ് രാവിലെയാണോ, ഉച്ചക്കാണ്, വൈകുന്നേരമാണ്? ഏതാണ് ശരി? മോർണിംഗ് ആണ് അല്ലേ. മോർണിംഗിന് നേരെ ടിക്ക് ചെയ്യുക. യു വെന്റ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്, ഈവനിങ്. നിങ്ങൾ സ്കൂളിലേക്ക് പോയത് രാവിലെ, വൈകുന്നേരം. എപ്പോഴാണ് സ്കൂളിലേക്ക് പോയത്? രാവിലെയാണല്ലേ. അപ്പോ മോർണിംഗിന് നേരെ ടിക്ക് ചെയ്യുക. ഹു ആം ഐ? ഞാൻ ആര്? ഇൻ ദ ഈസ്റ്റ് അറ്റ് ഡോൺ. കിഴക്കു കാണാം കാലത്ത്. ഓവർ ദ ഹെഡ് അറ്റ് നോൺ. തലയ്ക്കു മീതെ ഉച്ചയ്ക്ക്. ഡോൺ ദ സീ അറ്റ് ഡസ്ക്. കടലിൽ താഴും വൈകിട്ട്. ക്യാൻ യു സേ ഹു ഐ ആം? ശരിക്കു പറയൂ ഞാൻ ആര്? കൂട്ടുകാർക്ക് കിട്ടിയോ ഞാൻ ആരാണെന്ന്? സൺ. സൺ കിഴക്ക് നിന്ന് ഉദിക്കുന്നു. പിന്നെയോ ഉച്ചയ്ക്ക് തലയ്ക്കു മീതെയാണ് ഉണ്ടാവുന്നത്. പിന്നെ വൈകുന്നേരം സന്ധ്യയായാല് കടലിൽ അസ്തമിക്കുന്നു. അപ്പോ ഞാൻ ആരാണ്? സൂര്യനാണ്. സൺ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദിസ് ടേക്സ് മോർ ടൈം? പുട്ട് എ ടിക്ക് മാർക്ക്. നിങ്ങൾക്ക് ഇതിൽ ഏതിനാണ് കൂടുതൽ സമയം വേണ്ടത്? അതിന് നേരെ ടിക്ക് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ്, റൈറ്റ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ക്രമത്തിൽ എഴുതുക. ബിഗിൻ, ലേറ്റർ, എൻഡ്. ആദ്യം, പിന്നീട്, അവസാനം എന്ന രീതിയിൽ ക്രമത്തിൽ എഴുതുക. ആദ്യത്തെ ചിത്രം നോക്കിയേ. കോഴി മുട്ടയിടുന്നതാണ് ആദ്യം. അപ്പൊ അതിന് നേരെ ബിഗിൻ. പിന്നെ അടയിരിക്കുന്നു, അത് ലേറ്റർ. പിന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു, അത് എൻഡ്. രണ്ടാമത്തെ ചിത്രത്തിലോ പെൺകുട്ടി ബലൂൺ ഊതാൻ തുടങ്ങുന്നു. അപ്പൊ അത് ബിഗിൻ. പിന്നെ വീർപ്പിക്കുന്നു, അത് ലേറ്റർ. പിന്നെ ബലൂൺ പൊട്ടിപ്പോയി, അത് എൻഡ്. നെക്സ്റ്റ്, അനു ഡൂയിങ് മെനി തിങ്സ്. അനു പല കാര്യങ്ങളും ചെയ്യുന്നു. നമ്പർ ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. അതിനെ ശരിയായ ഓർഡറിൽ നമ്പർ ചെയ്യുക. ആദ്യം ഏതാണ് അനു ചെയ്യുന്നത്? ആദ്യം പല്ല് തേക്കുന്നു അല്ലേ. അപ്പോ പല്ല് തേക്കുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, മുടി ചീകുന്നു, ബാഗ് എടുക്കുന്നു, ബാഗ് തോളിലിടുന്നു, സ്കൂളിലേക്ക് പോകുന്നു. ഇങ്ങനെ ക്രമത്തിൽ നമ്പർ ചെയ്യുക. നെക്സ്റ്റ്, അറ്റ് വാട്ട് ടൈം? സമയമേത്? ഗോയിങ് ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലേക്ക് പോകുന്ന സമയം ഏതാണ്? മോർണിംഗ്. സൺ സെറ്റിംഗ്. സൂര്യൻ അസ്തമിക്കുന്നു. സൂര്യൻ എപ്പോഴാണ് അസ്തമിക്കുന്നത്? ഈവനിങ്ങിലാണ് അല്ലേ. ഈവനിങ്. ബേർഡ്സ് റിട്ടേണിംഗ് ടു നെസ്റ്റ്. പക്ഷികൾ കൂട്ടിലേക്ക് പോകുന്നു. എപ്പോഴാണ് പക്ഷികൾ കൂട്ടിലേക്ക് പോകുന്നത്? ഏത് സമയമാണ്? ഈവനിങ്. ഗെറ്റിംഗ് ദ ന്യൂസ് പേപ്പർ. പത്രം വീട്ടിലെത്തുന്നത്. എപ്പോഴാണ് പത്രം വീട്ടിലെത്തുന്നത്? രാവിലെയാണ് അല്ലേ. അപ്പോ മോർണിംഗ്. എൻഡ് ഓഫ് സ്കൂള്. സ്കൂൾ വിടുന്നത്. എപ്പോഴാണ് സ്കൂൾ വിടുന്ന സമയം? ഈവനിങ്. ഈറ്റിംഗ് ലഞ്ച്. ഊണ് കഴിക്കുന്നത്. ഊണ് എപ്പോഴാണ് കഴിക്കുന്നത്? ഉച്ചയ്ക്കാണ് അല്ലേ. അപ്പോ ആഫ്റ്റർനൂൺ. നെക്സ്റ്റ്, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമുക്ക് കണ്ടുപിടിക്കാം. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ എ വീക്ക്?
ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളാണുള്ളത്? 7 days. Which is the first day? ഏതാണ് ആദ്യത്തെ ദിവസം? Sunday. Which is the last day? ഏതാണ് ലാസ്റ്റ് ഡേ? Saturday. വീക്സിലെ ഡേയ്സ് ഏതൊക്കെയാണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, then Thursday, Friday, Saturday. Every week has 7 days. ഓരോ ആഴ്ചയിലും 7 ദിവസങ്ങളാണുള്ളത്. Say them aloud in the right order. എല്ലാവരും ഉറക്കെ പറയുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. Write the 7 days of a week in order. എന്നിട്ട് 7 ദിവസങ്ങളും നിങ്ങളുടെ നോട്ട് ബുക്കിൽ കറക്റ്റായി എഴുതുക. ഓക്കെ. നെക്സ്റ്റ്, വിനുസ് വീക്ക്. വിനുവിന്റെ ഒരാഴ്ച. വിനുവിന്റെ ഒരാഴ്ചയിൽ നടന്ന സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. കണ്ടല്ലോ അല്ലേ? ഇനി റൈറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് യു ഡിഡ് ഈച്ച് ഡേ ഓഫ് ദി ലാസ്റ്റ് വീക്ക്. നിങ്ങൾക്ക് ഒരാഴ്ചയിലുണ്ടായ സംഭവങ്ങൾ ഇവിടെ എഴുതുക. എന്തൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായ സംഭവങ്ങൾ? ഇവിടെ എഴുതണേ. നെക്സ്റ്റ്, ഫിൽ ദ ബ്ലാങ്ക്സ്. പൂരിപ്പിക്കുക. ടുഡേ, മൺഡേ, അനു ഹാസ് ഗോ ടു സ്കൂൾ. ഇന്ന് തിങ്കളാണ്, അനുവിന് സ്കൂളിൽ പോകണം. ടുമോറോ, നാളെ. നാളെ ഏത് ദിവസമായിരിക്കും? ഇന്ന് തിങ്കളാണെങ്കിൽ നാളെ ചൊവ്വ, ട്യൂസ്ഡേ. ഷീ ഹാസ് ടു ഗോ ടു ദ ലൈബ്രറി. അനുവിനെ ലൈബ്രറിയിൽ പോകണം. ഡേ ആഫ്റ്റർ ടുമോറോ, അതിന്റെ പിറ്റേ ദിവസം ഏത് ദിവസമായിരിക്കും? വെനസ്ഡേ. അന്നെന്താണുള്ളത്? അസംബ്ലി ഇൻ ദ സ്കൂൾ. സ്കൂളിൽ അസംബ്ലി ഉണ്ട്. യെസ്റ്റർഡേ, ഇന്നലെ. ഇന്നലെ ഏത് ദിവസമാണ്? ഇന്ന് മൺഡേ ആണെങ്കിൽ ഇന്നലെ സൺഡേ ആണ്. അന്നെന്താണ്? സ്കൂൾ ഹോളിഡേ. സ്കൂളിന് അവധിയാണ്. നെക്സ്റ്റ്, കലണ്ടർ. റൈറ്റ് ദ മന്ത്സ് ഇൻ ദ കലണ്ടർ ഇൻ ഓർഡർ. ഒരു കലണ്ടറിൽ ഉള്ള മാസങ്ങൾ ക്രമത്തിൽ എഴുതുക. ഏതൊക്കെ മാസങ്ങളാണ് കലണ്ടറിൽ ഉള്ളത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഹൂ, വെൻ. ആര്, എപ്പോൾ. ലേബൽ ഈച്ച് ഫ്ലവർ വിത്ത് ദ നെയിം ഓഫ് എ മന്ത്. ഓരോ പൂവിലും ഓരോ മാസത്തിന്റെ പേരെഴുതുക. Find the months on which some of your friends were born and write their names in those flowers. നിങ്ങളുടെ കൂട്ടുകാർ ജനിച്ച മാസം കണ്ടെത്തി ആ പൂവിൽ അവരുടെ പേരും എഴുതുക. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഓരോ പൂവിലും ഓരോ മാസത്തിന്റെ പേരെഴുതുക. അതിനുശേഷം നിങ്ങളുടെ കൂട്ടുകാരുടെ ജനനമാസം എന്താണെന്ന് നോക്കി അവരുടെ പേരും ആ പൂവിൽ എഴുതുക. നെക്സ്റ്റ്, മാംഗോ ഡേയ്സ്. മാങ്ങയുടെ ദിവസങ്ങൾ. ഓൺ മൺഡേ മോർണിംഗ് 1 mango fell from the tree. തിങ്കളാഴ്ച രാവിലെ ഒരു മാമ്പഴം വീണ് കിട്ടി. ഓൺ ട്യൂസ്ഡേ മോർണിംഗ് 2 mangoes fell from the tree. ചൊവ്വാഴ്ച രാവിലെ 2 മാമ്പഴം വീണ് കിട്ടി. ഓൺ വെനസ്ഡേ മോർണിംഗ് 3 mangoes fell from the tree. ബുധനാഴ്ച രാവിലെ 3 മാമ്പഴം വീണ് കിട്ടി. ഓൺ തേഴ്സ്ഡേ മോർണിംഗ് 4 mangoes fell from the tree. വ്യാഴാഴ്ച രാവിലെ 4 മാമ്പഴം വീണ് കിട്ടി. ഓൺ ഫ്രൈഡേ മോർണിംഗ് 5 mangoes fell from the tree. വെള്ളിയാഴ്ച രാവിലെ 5 മാമ്പഴം വീണ് കിട്ടി. ഓൺ സാറ്റർഡേ മോർണിംഗ് 6 mangoes fell from the tree. ശനിയാഴ്ച രാവിലെ 6 മാമ്പഴം വീണ് കിട്ടി. ഓൺ സൺഡേ മോർണിംഗ് 7 mangoes fell from the tree. ഞായറാഴ്ച രാവിലെ 7 മാമ്പഴം വീണ് കിട്ടി. On all these days together, how many mangoes fell from the tree? എല്ലാ ദിവസവും കൂടി എത്ര മാമ്പഴമാണ് വീണ് കിട്ടിയത്? നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ മന്ത്.
സ്കൂൾ സ്റ്റാർട്ട്സ്. സ്കൂൾ തുറക്കുന്നത് എന്നാണ്? ജൂൺ 1. ഇൻഡിപെൻഡൻസ് ഡേ August 15. ഗാന്ധി ജയന്തി October 2. ചിൽഡ്രൻസ് ഡേ November 14. ടീച്ചേഴ്സ് ഡേ September 5. റിപ്പബ്ലിക് ഡേ January 26.